എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്ന ഈ ഇടം നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിനെ സംബന്ധിച്ചോളം തന്നെ ഏറ്റവും സാംസ്കാരികമായി ഔന്നിത്യമുള്ള ഒരിടമാണ്. ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ ആ കാര്യത്തിലും എനിക്ക് അഭിമാനമുണ്ട്. ഇവിടെ വെച്ച് തന്നെ എനിക്കിങ്ങനെ ഒരു ആദരം ലഭിച്ചതിൽ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും എൻ്റെയൊക്കെ കുട്ടിക്കാലവും കൗമാരമൊക്കെ കടന്നുപോയത് ചങ്ങമ്പുഴയെ വായിച്ചിട്ടും പഠിച്ചിട്ടും ചങ്ങമ്പുഴയെ ആരാധിച്ചിട്ടുമാണ്. അപ്പോൾ ചങ്ങമ്പുഴയുടെ പേരിലുള്ള ഈ സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വലിയൊരു അഭിമാനം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ ഇവരെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ആരോടാണ് അതിൻ്റെ കൂടുതൽ സ്നേഹവും നന്ദിയും പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവരെല്ലാവരും പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട്. എൻ്റെ ചലച്ചിത്ര ജീവിതം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ സിനിമയിൽ എങ്ങനെ തുടങ്ങി എന്നുള്ളത് മുതലുള്ള ചരിത്രം ഓരോരുത്തരായിട്ട് പല രീതിയിലും പറഞ്ഞതാണ്. രണ്ട് ലെജൻഡറി ഡയറക്ടേഴ്സിൻ്റെ കൂടെ എൻ്റെ തുടക്കകാലത്ത് തന്നെ 2 ഫിലിംസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് കമൽ സാറിൻ്റെ ഈ ഒരു ജേർണി മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുവിധ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് മലയാളം ഒരു 10 സിനിമകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ 1-2 ഫിലിംസ് ഡെഫിനറ്റ്ലി കമൽ സാറിൻ്റേതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് എബി സാറിൻ്റേതായിരിക്കും. സോ അങ്ങനെ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ കൂടെ ഈ ഇൻഡസ്ട്രിയിൽ വരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു സിനിമ സൗഹൃദം എന്ന് പറയുന്നത് കമൽ സാർ സഹസംവിധായകനായി ജോലി ചെയ്ത കാലം മുതലേ ഉള്ള ഒരു സൗഹൃദമാണ്. അപ്പോൾ നമ്മൾ ബാല്യം, കൗമാരം, യൗവനം, ഈ കാലഘട്ടമെല്ലാം നേരത്തെ സിബി മലയിൽ സാർ പറഞ്ഞതുപോലെ കോടമ്പക്കം എന്ന് പറയുന്ന ആ ഒരു നഗരം ഞങ്ങളുടെയൊക്കെ ഒരു ഇമോഷനാണ്. ഞങ്ങൾക്ക് മറക്കാനാവാത്ത, ഞങ്ങളെ വളർത്തിയ ഒരു നഗരമാണ് ഈ കോടമ്പക്കം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇനിയും മലയാള സിനിമയിൽ മലയാള സിനിമ ഒരുപാട് മാറി എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും ഇപ്പോഴും സിബി മലയിൽ സാറിൻ്റെയോ കമൽ സാറിൻ്റെയോ ഒക്കെ സിനിമകൾ, സത്യൻ അന്തിക്കാട് സാറിൻ്റെയോ ഒക്കെ സിനിമകൾ വരാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവർ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ പ്രതീക്ഷകളും നന്മകളും എന്ന് വേണമെങ്കിൽ പറയാം. സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൂക്ഷിക്കുന്നതിൽ എന്നെ പലപ്പോഴും ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നെങ്കിലും എന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞാണ് പല വേദികളിലും സാറ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കമൽ സാറ് ഉണ്ടാക്കിയ അന്തരീക്ഷം എൻ്റെ സെറ്റുകളിലും ഉണ്ടാക്കാൻ ഞാൻ അറിയാതെയെങ്കിലും അറിയാതെയൊക്കെ അത് എന്നിലെ മനുഷ്യനെയാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. കമൽ സാറ് ജീവിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങളും അതിനുശേഷമുള്ള മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ വരൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം നീണ്ട യാത്രകൾക്കിടയിൽ കേട്ടുപോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം, മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്രൊഫഷണൽ സ്പേസുകളിലും ഒക്കെ അനുഭവിക്കാനും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനും സാധിച്ചിട്ടുണ്ട്. സിനിമ വീട്ടിൽ വാർത്ത ഫിലിം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, എപ്പോഴും ഞാൻ ഉമ്മായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ നാടകവും കോൽക്കളിയും മോണോറ്റായിട്ട് ഇങ്ങനെ നടക്കണം, പഠിത്തമൊന്നും അധികം ഇല്ല. അപ്പോൾ വാർത്ത പറഞ്ഞല്ലേ ഇവിടെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ കംസർ എന്നാലും കുഴപ്പമില്ല, ഒന്ന് ബാബുവിൻ്റെ കൂടെ ആണെങ്കിൽ അവനൊന്ന് നിർത്തി, അവൻ നല്ല സംഘത്തിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ആ വാക്ക് കേട്ടിട്ടാണ് വാപ്പ എന്നെ കയ്യെത്തുന്നത് സിനിമയിലോട്ട് എന്നെ കൊടൈക്കനാൽ ഷൂട്ട് വന്ന നേരത്ത് കൂടെ കൊണ്ടുപോയത്. അതിലൂടെയാണ് ഞാൻ സിനിമയിലോട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണവും. അപ്പോൾ അത് എന്തുകൊണ്ടാലും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ഞാൻ ആർക്കും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല കമൽ സാറിന്. ഇവിടെ ഇരിക്കുമ്പോൾ കമൽ സാറെന്ന് പറയും, വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ കമൽക്കാരനാണ് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ കമൽ സാർ വിളിക്കും, നീ ഏതെങ്കിലും ഒരു പേര് വിളിക്കുന്നു പറയും. ഒന്നിൽ കമൽ സാർ അല്ലെങ്കിൽ കമലാപ്പ. അത് എന്തോ മാറി. മോഹൻലാലിൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് നടനാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു നടനെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും
ഒരു നടന് മാത്രമാണ് അതിനുള്ളൊരു അവസരമില്ലാത്തത്. എന്നാൽ എല്ലാവരും സിനിമയിൽ വരുന്നതും അധികവും വരുന്നതും സിനിമ നടനാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നടന് മാത്രം സിനിമയിൽ കയറാനൊരു അവസരവുമില്ല. ആ ഇടയ്ക്കാണ് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവുന്നത്. അപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് കിട്ടിയത്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് സിനിമയിൽ കയറാം. അത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ +2 പരീക്ഷ കഴിയുന്നതിന് തൊട്ട് മുന്നേ സാറിനെ കാണാനായിട്ട് ലൊക്കേഷനിൽ ചെന്നു. ഞാൻ സാറിനെ കണ്ടുവയ്ക്കാൻ പറഞ്ഞു, സാറേ എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. കാരണം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമല്ലോ. ഈ നടനാവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം റോള് കിട്ടും, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ ചിലപ്പോൾ വല്ല ദുബായിലേക്കോ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ജോലിയിലേക്കോ പഠനത്തിലേക്കോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമെന്ന് ദിലീപേട്ടൻ്റെ ചില ഫീച്ചറിൽ നിന്നൊക്കെ മനസ്സിലായി. കോടമ്പക്കത്തിൻ്റെ പറഞ്ഞു കേൾക്കുന്ന പൈപ്പിൻ ചോട്ടിലെ വെള്ളം കുടിച്ചും അലഞ്ഞും കഷ്ടപ്പെട്ടും നടന്നൊരു കഥ പറയാൻ എനിക്കില്ല. പക്ഷെ കമൽ ആ കോടമ്പക്കത്തിൻ്റെ കടുത്ത വേനലിലൂടെ പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും പരുക്കരായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് സിനിമയിൽ എത്തിപ്പെടുകയും ഇന്ന് ഈ ഒരു 40 വർഷത്തിന് ശേഷം നമ്മളിന്ന് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നതും. കൗമാരപ്രായം മുതൽ കമലെന്ന വ്യക്തിയുടെ സിനിമ അഭിരുചിയും സംഗീത സാഹിത്യ വാസനകളും തിരിച്ചറിയാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ ഫസ്റ്റ് കസിൻസാണ്. തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഞാനത് പറയുകയാണ്. അതായത് കമൽ ചിലപ്പോൾ 15ാമത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്. ആദ്യത്തെ ഷോട്ട് 15ാമത്തെ ഷോട്ടായിരിക്കും. നമുക്ക് ഞെട്ടിപ്പോകുന്ന പെർഫെക്ഷൻ ആയിരിക്കും. ഈ 15ാമത്തെ ഷോട്ടിൽ നിന്ന് കമൽ പുറകോട്ട് പോവും, അതിനുശേഷം മുമ്പോട്ട് പോവും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു കമലിൻ്റെ വർക്ക്. അത് പിന്നീട് ഞാൻ അങ്ങ് ഇതായി. പിന്നെ കഥയൊക്കെ പറയുന്നു, ഒരു സിനിമയുടെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് അത് കയറ്റുകയാണ്. ഒരു ക്യാമറമാൻ എന്ത് വേണോ അതിൻ്റെ ലൈറ്റിംഗ് മൂഡ് മറ്റത് മറിച്ചത് എല്ലാം അങ്ങനെ കമലിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ ഈ നഖം ഉണ്ടാവില്ല. നഖം ഇങ്ങനെ കടിച്ച് തിന്നിട്ട് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ടെൻഷനിലാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ജയറാം ആണ് ആ പടത്തിലേക്ക്. അത് പറഞ്ഞാൽ ജയറാം പറഞ്ഞിട്ട് അസിസ്റ്റൻ്റാകാൻ വേണ്ടിയിട്ട് പയ്യൻ വന്നു. ഇവിടെ അല്ലെങ്കിൽ നിൽക്കാൻ സ്ഥലമില്ല. എന്നിട്ട് അപ്പോൾ കമൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ദിലീപാണ് തൊട്ട ബാക്കിൽ. അപ്പം നേരെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിടും. അപ്പോൾ അവിടെ നിൽക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ദിലീപ് ഞാൻ നേരിട്ട് കണ്ടത്. കാരണം അപ്പം അങ്ങനെയാണ് ദിലീപിൻ്റെ ആദ്യത്തെ തുടക്കം ശരിക്കും പറഞ്ഞത്.